എനിക്ക് എത്ര രൂപ വേണ്ടേ? 200. ഈ ആട്ടിൻകട്ടം പോലുള്ള സാധനം വെച്ചിട്ട് 200 രൂപയാ. വിനായക മുരുക. നമസ്കാരം സ്വാമി. നമസ്കാരം. തിമ്മയ്യൻ സ്ഥലത്തില്ലാത്തോണ്ടാണ് ഞാനിപ്പോ ഇത് എടുക്കുന്നത്. ഞാനിത് വെച്ചിട്ട് കാശ് എന്ന കാര്യം നീ പോയി നാട്ടുകാരോട് മുഴുവൻ പറഞ്ഞേക്കണം. എന്നിട്ട് വേണം എല്ലാ ദരിദ്രവാസികളും ക്യൂ ആയിട്ട് ഇങ്ങോട്ട് എഴുന്നള്ളാൻ. ഇതൊക്കെ ശരിക്കും നിയമവിരുദ്ധ. പോലീസ് അറിഞ്ഞ ഞാനും നീയും ജയിലാവും. നീ ഇങ്ങനെ ചിരിക്കരുത്. നിന്റെ ചിരി കാണുമ്പോ എനിക്ക് പേടിയാവണു. ഇതേ ഒരു 150 രൂപയ്ക്കുള്ളതേ ഉള്ളൂ. ഭരത്തിരി സ്വാമി. ഇങ്ങനെ ഉരച്ചെടുക്കണ സ്വർണത്തിന്റെ പാപമൊക്കെ എവിടെ കൊണ്ട് അനുഭവിച്ച് തീർക്കും ഭഗവാനെ. നിന്റെ മുഖത്തൊന്നല്ലല്ലോ ഞാൻ ഉരച്ചത്. ഞാൻ ഈ ബാങ്കിന്റെ മാനേജരാ. ഇവിടെ എന്തൊരക്കണം എത്ര ഉരക്കണം എന്ന് തീരുമാനിക്കുന്നത് ഞാനാ. നീ ഇങ്ങോട്ട് വന്നേ. ഞാൻ 100 വട്ടം ഹെഡ് ഓഫീസിലേക്ക് എഴുതിയതാ പിയൂന്റെ ഡ്രസ് വേണത്. നീ ആ കൈയൊക്കെ ഒന്ന് മടക്കി വെച്ചേ. നീ വന്നേ. എന്തിന്? തലവനിക്ക് ടവലുണ്ട് അതിന്റെ എടുത്തേ. ഇത്രയും പൗഡർ ഒന്നും വേണ്ട. ഇവിടെ ഫാഷൻ പരോടൊന്നുമില്ല. നീ പോയ കാശ് പേര് എടുത്തിട്ട് വന്നേ. മാനേജർ ഏതാ പിയൂൺ ഏതാന്ന് കസ്റ്റമേഴ്സിന് തിരിച്ചറിയാൻ പറ്റാണ്ടായി. കൺഫ്യൂഷൻ. ഓ ഒറ്റയ്ക്ക് ഇരുന്നാണ്ട് പോയക്കല്ലേ. കർത്താവ് ആവശ്യത്തിനുള്ള പുക എടുത്തിട്ട് ബാക്കി ഉണ്ടെങ്കിൽ ഇവർക്ക് 2 ആൾക്ക് കൊടുത്താൽ മതി. എന്താ അവിടെ? അയ്യോ താനാരാ? ഞാൻ ചാർജ് എടുക്കാൻ വന്ന പിശാചാ? അല്ല സാർ, ഞാൻ മൂന്തൻ. ഇവിടെ ഫീൽഡ് ഓഫീസറായിട്ട് ചാർജ് എടുക്കാൻ വന്ന. ഒരാഴ്ചയായി ഞങ്ങൾ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുകയായിരുന്നു. നിക്ക് എടാ മോനെ ശശി. ആ വന്നിരിക്കുന്നത് ഫീൽഡ് ഓഫീസർ ഒന്നും അല്ല. പിന്നെ ഫീൽഡ് ഓഫീസറുടെ വേഷത്തിൽ നമ്മളെ കൊല്ലാൻ വന്ന കാലനാ. നമ്മളെ അല്ല സാറിനെ. ഞാൻ അന്നേ പറഞ്ഞതാ. നിയമവും കണക്കൊന്നും നോക്കാതെ കള്ളപ്പേരിൽ ലോൺ കൊടുക്കുമ്പോ ആലോചിക്കണമായിരുന്നു. ഹെഡ് ഓഫീസിൽ നാളെ വരുമെന്ന്. എന്നെ അങ്ങ് വിട്ടേക്ക്. നമുക്ക് നമ്മുടെ ശരീരമാണ് വലുത്. നീ എന്റെ കൂടെ നിന്നാ മതി. ഇവനെ അല്ല ഇവന്റെ അച്ഛനെ വരെ നമുക്ക് ചൊൽപ്പടിക്ക് നിർത്താം. ഒന്നും അല്ലെങ്കിൽ നമ്മൾ കുടുംബാംഗങ്ങളുടെ പോലെ അല്ലടാ. ശരി, അങ്ങനെയാണെങ്കിൽ സാറ് പോയി ചായ വാങ്ങിച്ചോണ്ടാ. എനിക്കൊരു മസാല ദോശ നല്ലപോലെ മൊരിയണമെന്ന് പറഞ്ഞേക്കെ. ചായ മേടിച്ചിട്ടോടാ ചെല്ലടാ. അത് ശരി, നീ ഇവിടെ നിന്ന് തലേമ ഗോപുരമണിയാ. അവന്റെ ഒരു മുടിഞ്ഞൊരു ഒരുക്കും. ഒന്ന് വണ്ടി കയറത്തണ്ടി. അതിന് ഞാൻ മാത്രം കയറിയാൽ മതിയോ? റെഡി ആവണ്ട ഒരുത്തൻ കട്ടിലെ കിടപ്പുണ്ടല്ലോ. അതോ വേറെ ആര്? ഗോപാലകൃഷ്ണൻ. അവനിതുവരെ റെഡിയായിട്ടില്ലേ? എങ്ങനെ റെഡിയാവും? അവൻ വലിയ വില്ലനല്ലേ. നാടകത്തിൽ നായകനേക്കായി വരുന്നത് വില്ലനാണെന്ന് അവന്റെ ഭാവം. ആദ്യം വില്ലൻ വണ്ടി കയറട്ടെ, എന്നിട്ട് നായകൻ കയറണോ വേണ്ട തീരുമാനിക്കാം. നിന്റെയൊക്കെ നായകനും വില്ലനും ഞാൻ ശരിയാക്കി തരാം. എടീ, എന്താ നീ കയറണ്ടോ? അതോ നിനക്ക് വീട്ടിൽ പോണോ? എന്റെ സ്വഭാവം എനിക്ക് എന്നെ പിടിക്കാണ്ടിരിക്കുക. അവസാനത്തെ വരിയൊന്നുമില്ലല്ലോ, വേറെ ഒന്നും ഉണ്ടാകാതിരിക്കാൻ. മത്തായിച്ചേട്ടാ, അവൾക്ക് വരെ 1000 എണ്ണത്തിന് ഞാൻ കൊണ്ടുവരും. 1000 എണ്ണത്തിന്. 1000 എണ്ണത്തിനെ കൊണ്ടുവന്നിട്ട് നിന്റെ അപ്പൻ ചെലവിന് കൊടുക്കടാ. എടാ, ഒരെണ്ണത്തിന് കൊണ്ടുപോടാ. ഒരെണ്ണത്തിന് അവിടെ പോലെ അഭിനയിക്കാൻ കഴിയുന്ന ഒരെണ്ണത്തിന് കൊണ്ടുപോവാ. ശരി, ഞാൻ ഈ വെല്ലുവിളി ഏറ്റെടുക്കുന്നു. ഇനി ഒരു നായികയെ കണ്ടെത്തിയിട്ടല്ലാതെ ഈ ഗോപാലകൃഷ്ണന് വിശ്രമമില്ല. അപ്പൊ ഈ ജന്മത്തവൻ വിശ്രമിക്കത്തില്ല. എടാ, നീ എവിടേക്ക് പോണേ? കണക്ക് നോക്കണ്ടേ? കണക്കൊക്കെ ഞാൻ നോക്കിയോളാ. നീ അവിടെ പോയി കിടന്നുറങ്ങാ. പിത്തക്കാടി. എന്റെ എന്താ നീ പറഞ്ഞേ? നീ എന്താ പറഞ്ഞ? എന്നെ പിത്തക്കാടി വിളിച്ചു? മത്തായിച്ചേട്ടല്ലേ എന്നെ വിളിച്ചത്? ഞാനാണ് വിളിച്ചത്. ആണോ? അപ്പൊ പിന്നെ എന്നെ വിളിച്ചതാരാ? തോന്നിയതാവും. ടെൻഷൻ എന്റെ സമനില തെറ്റിന്ന് തോന്നണേ. ഇതാണ് നിങ്ങളുടെ മുറി. എങ്ങനെയുണ്ട്? ആ, തരക്കേടില്ല. AC ഒന്നും ഇല്ലല്ലേ? AC നിന്റെ അമ്മൂമ്മയുടെ ഇവിടത്തെ അമ്മൂമ്മയുടെ വീട്ടിലേക്ക് ഇന്നലെ AC കൊണ്ടുവരുമല്ലേ? പിന്നെ റിഹേഴ്സൽ സമയമായി. ചേട്ടൻ പോയി ഫുഡ് അറേഞ്ച് ചെയ്യും. സംശയം ചോദിച്ചോട്ടെ, നിങ്ങൾ എന്തിനാ നേരത്തെ ഇങ്ങോട്ട് പോകുന്നത്? ബോട്ടിലാ വന്നത്. റോഡിലെ പോലെ ട്രാഫിക് ബ്ലോക്കും കട്ടറൊന്നും ഉണ്ടായില്ല. അതല്ല എന്റെ ചോദ്യം. പിന്നെ ഉത്സവത്തിന് ഇനിയും കുറെ ദിവസങ്ങളുണ്ടല്ലോ. ഇത്രയും നേരത്തെ നിങ്ങൾ എന്തിനാ ഇങ്ങടെ എഴുന്നള്ളിയെന്ന്? അത് മുഖ്യമായിട്ടും ഈ ശാപ്പാട്. 4 നേരവും ശാപ്പാടടിച്ച് ഇവിടുത്തെ പെണ്ണുങ്ങളെയും പഞ്ചായടിച്ച് നടക്കാനൊന്നും അല്ല ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. അല്ല, ഞങ്ങളൊരു നാട്ടിൽ ചെന്ന ആ നാടുമായിട്ട് ബന്ധപ്പെട്ട കഥയാണ് പറയാറ്. അതിന് ചിലപ്പോൾ നേരത്തെ വരേണ്ടി വരും. റിഹേഴ്സൽ നോക്കണം, ഫുഡ് കഴിക്കണം, അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട്. അല്ല, ഈ നാട്ടിൽ നിങ്ങൾ ഏത് കഥയാ പറയാൻ പോണേ? ഏതാ ഈ നാട്ടിലെ കഥ തന്നെ. ചേട്ടൻ പോയി ഫുഡ് അറേഞ്ച് ചെയ്യേ. കാതികനല്ല, കലാകാരനല്ല, പിന്നെ നിങ്ങൾ ആരാ? പിച്ചക്കാരൻ പോയി ഫുഡ് അറേഞ്ച് ചെയ്തോ.
എന്ത് ഫുഡ് അറേഞ്ച് വന്നപ്പോ തുടങ്ങിയുള്ള ഫുഡ് അറേഞ്ച് നിങ്ങൾ എന്താ വിചാരിച്ചത്? ഒരു പെട്ടിയും 2 കുടവും കയ്യിലുണ്ടെങ്കിൽ എന്തു ആവാന്ന് വിചാരിച്ചോ? ഞാൻ ഇവിടുത്തെ കുശിരിക്കാരാണെന്ന് വിചാരിച്ചാ? അപ്പൊ അല്ലേ? അടിച്ചെന്നിട്ട് ചവിക്കുറ്റി കളയും ഞാൻ. ആ മലവെള്ളത്തിൽ ഒഴുകി വന്ന പട്ടിണി പിശാചികളാ ഇവര്. ഇവന്മാരിത് എവിടെ പോയി? അങ്ങനെയാ നിർത്തടാ. ആരോട് ചോദിച്ചിട്ടാ നീ ഇതിനകത്ത് കയറി പറ്റിയത്? ആരോട് ചോദിച്ചിട്ടാ നീ എണ്ണത്തോണി കയറി കിടന്നത്? ആര് പറഞ്ഞിട്ടാടാ നീ ഇവനെ തിരുമുന്നത്? പറയല്ല, ആജ്ഞാപിക്കായിരുന്നു. ആര്? അങ്ങന്ന്. ഞാനോ? ചേട്ടനല്ല, അങ്ങന്ന്. കണ്ണി കണ്ടവരോട് സംസാരിച്ചോണ്ടിരിക്കാതെ വേഗം തിരുമ. അതെ, ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് എണ്ണത്തോണിലോട്ട് കയറി കിടക്കാൻ. അതെന്താ, നിനക്ക് വല്ല മാറാ രോഗം? ഇത് രോഗം മാറാനല്ല, സുഖ ചികിത്സയാ. സുഖ ചികിത്സയ്ക്ക് വരാ. ഇതെന്താ നിന്റെ അമ്മായിപ്പന്റെ വീടാ? അതെ, അമ്മായിയപ്പന്റെ വീട് തന്നെയാ. അയ്യോ, എനിക്ക് വീട് തെറ്റിയ? വീടൊന്നും തെറ്റിയിട്ടില്ല. ഈ കിടക്കുന്ന ആരാണെന്നറിയോ? സൂക്ഷിച്ചു നോക്ക്. ആരാ? ഇവിടത്തെ ഗീതുവിനെ കെട്ടാൻ പോണ ചക്കൻ. ഞങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്ന എന്തിനാന്നാ കരുതിയേ? എന്തിനാ? പ്രേമിക്കാൻ. പ്രേമിച്ച് കല്യാണം. എന്നിട്ട് നീ എന്നെ പറ്റിച്ചു കളഞ്ഞില്ലടാ റാസ്കൽ. ഒന്നേമാനെ പറ്റിച്ചതല്ല. ഇണ്ടി പോരുത്. അന്യായക്കാരൻ തന്ന 10 രൂപ പോലും ഞാൻ മറന്നു നിന്റെ ബിരിയാണിക്ക് വേണ്ടി. എന്നെ കൊണ്ട് നീ FIR മാറ്റി എഴുതിപ്പിച്ചു, പരമദ്രോഹി. എന്റെ സാറേ, ഇന്നലെ ഉച്ചയ്ക്ക് ഞാൻ പാരീസ് ഹോട്ടലിന് മുമ്പിൽ വന്നിരുന്നു, സാറിനെ കണ്ടില്ല. അത് നീ വല്ല സ്കൂൾ മാഷ്മാരോട് പറഞ്ഞാൽ മതി, അവര് വിശ്വസിക്കും. പോലീസുകാർ തലച്ചോറുള്ളവരാ. ഉച്ചയ്ക്ക് 12 മണി മുതൽ ഉച്ച തിരിഞ്ഞ് 3 മണി വരെ ഞാൻ പാരീസ് ഹോട്ടലിന് മുമ്പിൽ കാത്തുന്നതാ, തീ പാറണ വെയിലത്ത്. പറയുമ്പോ എനിക്ക് വേദനയുണ്ടടാ. ഇന്ന് പ്രായശ്ചിത്തം ചെയ്യാതെ നിന്ന് ഇവിടുന്ന് പ്രശ്നമില്ല. ഇന്ന് എനിക്ക് ബിരിയാണി മാത്രം പോരാ, വീട്ടിലേക്ക് ഒരു പാർസൽ വേണം. നടക്കണ പാരീസിലേക്ക്. ഇടയ്ക്കേ ഈ അച്ചാറും തൊട്ടുകൂട്ടിയില്ലെങ്കില് പെട്ടെന്ന് ബിരിയാണി മട്ടയ്ക്കും. ഇപ്പൊ ശരിയായി. കരയാമ്പൂ. കോഴിയുടെ വേഗത്തിൽ കൂടിയോ എനിക്കൊരു സംശയം. പാഴ്സൽ റെഡിയോ? സാറേ, എടുത്തോണ്ടിരിക്കുക. എല്ലാം കൂടി എത്രയായി? 31 റുപ്യ. ഓ, ഇവനൊന്നും ഒരു കാലത്തും ഗുണം പിടിക്കൂല. ആരെ ഗുണം പിടിക്കാത്തന്നെ? അല്ല, ഈ ബിരിയാണിയുടെ ഗുണം സാറിന് അത്ര പിടിച്ചില്ല എന്ന് പറയായിരുന്നു. അതെ, നമ്മുടെ സാധനം ഇവിടെ. ഇത് ബിരിയാണി, ഇത് ഉഴുന്ന് വട. വട എത്ര ഉണ്ട്? 8 എണ്ണം. എന്റെ കർത്താവേ. എടാ വാറുണ്ണി, എന്തോ? ഒന്നിങ്ങോട്ട് വന്നേ. നിനക്ക് ഞാനൊരു ഉമ്മൻ ചിരട്ട കള്ള. ഇതെന്താ? പാവാടാ. ഒറ്റ അലക്കണ്ടല്ലോ, നിന്റെ മോന്ത തിരിഞ്ഞു പോവും. 4 ജാക്കറ്റ് തയ്ക്കാൻ പറഞ്ഞിട്ട് അതുകൊണ്ടൊക്കെ പാവാട തയ്ക്ക. നീയൊക്കെ ഈ കിഴക്കമ്പാടത്ത് കുരിനെ ഒരു വഴിക്കാക്കും. ആശാൻ വെട്ടിത്തന്ന് ഞാൻ കയറി തച്ച്. ഞാനൊന്ന് വെട്ടീന്ന് വെച്ച് അപ്പന്റെ മുഖത്ത് ആ ഷേവ് ചെയ്ത് പിടിക്ക. മോന്റെ വീട്ടിലൊക്കെ അങ്ങനെ ആവും അല്ലേ? എന്താ രാവിലെ ഒരു വഴക്ക്? ഇവിടെ ഒരു വഴക്കുമില്ല, ഞങ്ങൾ തമ്മിൽ സ്നേഹത്തിലാ. അവിടെ നിൽക്കണോ നായരെ? കാശുണ്ടോ കയ്യില്? ഇങ്ങോട്ട് ഇറങ്ങിക്കണോ. നായരല്ലെങ്കിലും പ്രധാനമായിട്ട് പറഞ്ഞ തന്നോടാ. വാറിന് എന്തോ? ആ കത്തിരിയുടെ അകത്ത് വെച്ച് ഒക്കത്ത് വെച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന എല്ലാ സാധനങ്ങളും അകത്ത് വെച്ചേക്കാം. ഇവൻ പോയതിന് ശേഷം അതൊക്കെ എടുത്ത് പുറത്ത് വെക്കാം. കാര്യത്തിലോട്ട് കയറുന്നതിന് മുമ്പേ തനിക്ക് എന്തൊരു ഒരു ഇളവക്കം? തനിക്കൊരു പുത്ത ആർഡറുമായിട്ടാണ് മുതലാളി വന്നിരിക്കുന്നത്, അറിയാം. താനൊരു കോപ്പും കൊണ്ടുവരണ്ട. മുമ്പ് ചെയ്തതിന്റെ കാശ് തരാതെ ചക്കാത്തിന് ചിരക്കാൻ എന്നെ കിട്ടില്ല. പറഞ്ഞേക്ക്. ചക്കാത്തിന് വേണ്ടോ? സാധനം റെഡിയാവുമ്പോ റെഡി കാശ് കൈ തരും. ഇത്രയും വലിയ ഒരു ഓർഡർ ഒരു കൊമ്പത്തുള്ളവനും തനിക്ക് തന്നിട്ടുണ്ടാവില്ല. എന്താ? എടോ നായരെ, ഇടപാടിൽ കൃത്യനിഷ്ഠയില്ലാത്തവരോടെ അടിക്കൊരു വെട്ട്, നടുക്കൊരു കൊട്ട്, തലക്കൊരു ചവിട്ട്. അതാ എന്റെ ലൈ. താനിങ്ങനെ കഥ അറിയാണ്ട് തുള്ളിയാൽ എങ്ങനെയാ? എടോ, എന്റെ പുതിയ ബാലയിലെ നായിക ആരാണെന്ന് അറിയാവോ? ആരായാലും എനിക്കെന്താ? ഞാൻ കെട്ടാൻ പോണോ? കെട്ടിയില്ലേലും കെട്ടാൻ പോണത് ആരാന്നുള്ള കഥയെങ്കിലും താൻ അറിഞ്ഞിരിക്കണ്ടോ മാപ്പളെ. ഒരു രാജകുമാരനല്ലേ അവളെ കെട്ടാൻ പോണത്? ഇതേ താൻ ഞെട്ടരുത്. കോടീശ്വരനായ സുരേഷ് മേനോന്റെ സ്വന്തം കാമുകയാണ് ഇനി മുതൽ എന്റെ ബാലയിലെ പുതിയ നായിക. അയാളാണ് ഇനി ബാലയ്ക്ക് വേണ്ടി പണം മുടക്കാൻ പോകുന്നത്. ഞെട്ടിയല്ലേ? എന്റെ രപ്പി വിശ്വാസം വരുന്നില്ലേ? എന്റെ മുടിപ്പര അമ്മയ്ക്കാണ് താനീ കേട്ട എല്ലാം സത്യമാണ്. സുരേഷ് മേനോൻ
കെട്ടാൻ പോണ് രോഹിണി നായിക ബാലെ ടിക്കിരി മുട്ടം. വിശ്വാസമില്ല താൻ ഒരു കാര്യം ചെയ്യും. പുതിയ ബാലയ്ക്കുള്ള കോസ്റ്റ്യൂംസ് കംപ്ലീറ്റ് തയ്ച്ചിട്ട് ബില്ല് രോഹിണിയുടെ പേരിൽ അയാളുടെ ഓഫീസിലേക്ക് അയച്ചു. വേണമെങ്കിൽ 5-10 കേറി പോടേ. പൂച്ചയ്ക്ക് എന്തൊരു വേണമെങ്കിൽ 5-10 കൂട്ടിക്കോ, എന്നിട്ട് കാശ് ഉടനെ കിട്ടുമോ നോക്കിക്കോ. നിങ്ങൾ ഇത് ആദ്യമേ പറയേണ്ട നായരെ. വന്നു കയറുന്ന ഐശ്വര്യം വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കുന്ന സ്വഭാവം എനിക്ക് പണ്ടേ ഇല്ല. എന്തൊക്കെയാ വേണ്ടേന്ന് വെച്ചാ നമുക്ക് ലിസ്റ്റ് എടുക്കാം. മനുഷ്യൻ നന്നാവണത് കണ്ടുകൂടാത്ത ഒരു അയലത്തുള്ളവന്മാര്. ചെല്ലി ചെല്ലി. എല്ലാവരും കേൾക്കാൻ വേണ്ടി പറയാണ്. ശരിയായി ജോലി ചെയ്യാത്തവർ ആരായാലും ശരി അവരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടും. എല്ലാവരും നന്നായി ജോലി ചെയ്യുന്നുണ്ട് അമ്മാവാ. പിന്നെ ചെമ്മീൻ കമ്പനി എന്നൊക്കെ പറഞ്ഞ് എന്നെ പേടിപ്പിക്കണ്ട. ചെമ്മീൻ കമ്പനി കുറെയൊക്കെ ഞാനും കണ്ടിട്ടുള്ളതാ. ചെറിയ ചെമ്മീനാണോ വലിയ ചെമ്മീനാണോ ഇവിടെ നന്നാക്കുന്നതെന്ന് എനിക്കറിയണം. ആരെങ്കിലും കൂട്ടാൻ വെക്കാൻ വീട്ടിലേക്ക് വലിയ ചെമ്മീനോ ചെറിയ ചെമ്മീനോ കൊണ്ടുപോയാൽ അവരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടും. അമ്മാവാ, ഒരു കാര്യം ചെയ്യാം, പറയൂ. ആദ്യമായിട്ട് ഇവിടുത്തെ തൊഴിലാളികളെ ഫുള്ളായിട്ട് പിരിച്ചുവിടുക. അതെന്താ വേണ്ടതെന്ന് ആലോചിച്ച് ഞങ്ങൾ തീരുമാനിച്ചോളാം. ഗുഡ് മോർണിംഗ് അങ്കിൾ. ഇത് ഇയാളാരാ? നമ്മളാരാ? പറഞ്ഞു കൊടുക്കണോ? മീരക്കുഞ്ഞിന്റെ അമ്മാവനാ. മൂപ്പര് ഇവിടുത്തെ തൊഴിലാളികളെ പിരിച്ചുവിടാൻ വന്നതാ അല്ലേ? നിങ്ങളാണോ മാനേജർ? ഇവിടെ എന്തൊക്കെ നടക്കുന്നുണ്ടെന്ന് എനിക്കറിയണം. എത്ര കിലോ ചെമ്മീൻ വാങ്ങുന്നുണ്ട്, എത്ര കിലോ ചെമ്മീൻ വിൽക്കുന്നുണ്ട്, എല്ലാം എഴുതി വെക്കലേ. ഓ പൊന്നൂസ്, ഈ ചെമ്മീൻ നന്നാക്കുന്ന സ്ഥലം എവിടെയാണ്? അതവിടെ താഴെയാണ്. എന്നാ അവിടേക്ക് എന്നെ കൊണ്ടുപോകണം. ഇവിടുത്തെ കഴിഞ്ഞു. ഇവിടുത്തെ കഴിഞ്ഞു. ഓ, ഇപ്പോഴെങ്കിലും ഞാൻ വന്നത് നന്നായി. ഉത്തരവാദപ്പെട്ട ഒരാളില്ലാത്തതിന്റെ കുറവ് കമ്പനിയിൽ അടിമുടി കാണുന്നുണ്ട്. ഇവനൊക്കെ എന്ത് നഷ്ടപ്പെടാൻ? കാട്ടിലെ മരം തേവരടാന വലിയടാ വലി. ഇനിയിപ്പോ എസ്റ്റേറ്റ് എങ്ങനെ നടക്കുന്നാവോ? മോളെ, എത്രയും പെട്ടെന്ന് എനിക്ക് എസ്റ്റേറ്റ് ഒക്കെ ഒന്ന് കാണണം. ഒന്നിനൊരു കുറവ് വരാൻ പാടില്ല. നാട് നീളെ നമുക്ക് പുതിയ പുതിയ കമ്പനികൾ തുടങ്ങണം. കാവും പുറത്ത് അടിയോടി കുടുംബം എന്ന് കേട്ടാൽ നാട്ടുകാർ ഞെട്ടണം. ഇപ്പോഴേ ഞാൻ ഞെട്ടി തുടങ്ങിയിട്ടുണ്ട്. ബുദ്ധിയില്ലാത്ത പല കഴുതകളെയും നമുക്ക് ജോലിന് പിരിച്ചു വേണ്ടതായി വരും. ഇത്ര പെട്ടെന്ന് ഇങ്ങ് തിരിച്ചു പോന്നു. അവിടെ നിന്ന് കാര്യങ്ങളൊക്കെ നേരാമണ്ണം നോക്കി നടത്തിട്ട് പോന്നാ പോരായിരുന്നോ? കുഴപ്പമൊന്നുമില്ല, ഞാൻ അവർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. മോളെ, അകത്തൊരുത്തം വലിയ അധികാരത്തെ കുറെ നേരമായി കയറി കുത്തിയിരിക്കുന്നു. എവിടെ? ഇങ്ങോട്ട് വാ. ആ വേലക്കാരത്തിത്തുള്ള അയാൾക്ക് ചായ കൊടുക്കുന്നു, കാപ്പി കൊടുക്കുന്നു. ഏതോ വക്കീലാത്രേ. ഓ, വക്കീലെങ്കിൽ വന്നു. പപ്പായുടെ ഏറ്റവും അടുത്ത ഫ്രണ്ടാ. ഫ്രണ്ടൊക്കെ പണ്ട്. അധികാരം കാണിക്കാൻ വന്ന അവൻ വിവരറിയും. എവിടുന്ന് വരുന്നു? എന്തു വേണം? ആരോട് ചോദിച്ചിട്ട് അകത്ത് കയറിയത്? ഞാൻ പറഞ്ഞില്ലേ വക്കീലെങ്കിൽ പപ്പായുടെ അടുത്ത ഫ്രണ്ടാണ്. ആരായാലും ശരി, നമുക്കിവിടെ 100 കൂട്ടം ജോലിയുണ്ട്. ആ പെട്ടെന്ന് പറഞ്ഞോട്. ചന്തേ, ഞാനിവിടെ ഉണ്ട്. ഓ നീ ഇവിടെ ഉണ്ടോ? വരൂ. എന്തായി കമ്പനി? ഞാൻ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്.